ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നമ്മുടെ മക്കളോടും കൂടെ പ്രത്യേകമായി ഉണ്ടാകട്ടെ. ഇന്ന് പരീക്ഷ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഡിപ്രഷനിൽ ആയിട്ടുണ്ട്, മാനസിക വിഭ്രാന്തിയിലായിട്ടുണ്ട്. മുതിർന്നവർ അറിയേണ്ട കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റുമായി അറിയുമ്പോഴും അനുഭവിക്കുമ്പോഴും അവർക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അത്ര നാണക്കേടും മാനസിക സംഘർഷവും വിഭ്രാന്തിയും കാരണം മക്കൾ പരീക്ഷയ്ക്ക് പോലും പോകാതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്, പുറത്ത് കൂട്ടുകാരൊപ്പം നടക്കുന്നവരുണ്ട്, അനേകർ പഠനത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്, അനേക കുഞ്ഞുങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാതെ ആയിട്ടുണ്ട്. മൊബൈൽ അഡിക്ഷൻ കാരണം, കൂട്ടുകെട്ടുകൾ കാരണം, മറ്റ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായത് കാരണം നമ്മുടെ യുവജനങ്ങൾ, കുഞ്ഞുമക്കൾ മുന്നോട്ടുള്ള അവരുടെ ഭാവിയെക്കുറിച്ച് താല്പര്യമില്ലാതെ അവർ ഏകാന്തതയിലും മാനസിക സംഘർഷത്തിലുമായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മുതിർന്നവരായ നമുക്ക് ഇത്രമാത്രം മാനസിക സംഘർഷങ്ങളുണ്ടായി ഉറക്കമില്ലാത്ത രാത്രികളുണ്ട് എങ്കിൽ ആരോടും പറയാൻ കഴിയാതെ എല്ലാവരെയും അവിശ്വസിക്കുന്നവരായ ചില കുഞ്ഞുങ്ങൾ അവരെന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിൽ പ്രകാശം വിതറാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കൾക്കു വേണ്ടി, ചെറുമക്കൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരം അവരെ തൊടാൻ, കർത്താവിൻ്റെ സ്നേഹം അവർ രുചിച്ചറിയാൻ, കർത്താവിൽ ആനന്ദം കണ്ടെത്താൻ അവർക്ക് സാധിച്ചാൽ നമ്മുടെ യുവതലമുറകൾ രക്ഷ പ്രാപിക്കും. വരും തലമുറകളിൽ ഉണ്ടാകാൻ പോകുന്ന കോട്ടങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഏത് പ്രശ്നങ്ങൾക്കും പ്രതിവിധി കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ എല്ലാം കണ്ടെത്തി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തിയിരിക്കുന്നു. അതിനാൽ സാധിക്കുന്ന തരത്തിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളും കൂടി ഈ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എപ്പോഴൊക്കെ അതിന് സാഹചര്യമുണ്ടാകുന്നു അവർക്ക് ഈ പ്രാർത്ഥനകൾ അവർക്ക് നൽകുക, അവരെ കൊണ്ടത് കേൾപ്പിക്കുക. അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കാൾ, സന്തോഷത്തേക്കാൾ, സമാധാനത്തേക്കാൾ അപ്പുറമായി ഒരു നിത്യസൗഭാഗ്യം, നിത്യസന്തോഷം, നിത്യസമാധാനം ക്രിസ്തുവിലുണ്ട് എന്ന് അവരറിയാൻ നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളുടെ കുഞ്ഞുമക്കളിലേക്ക്, യുവതലമുറകളിലേക്ക്, ചെറുമക്കളിലേക്ക് ഇതയച്ചു കൊടുക്കുക. അവരിത് കേൾക്കാൻ ആഗ്രഹത്തോടെ കേൾക്കാനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളെ ദൈവം കൈവിടില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം കൈവിടില്ല. മക്കളെ, ചെറുമക്കളെ, വരും തലമുറകളെ ദൈവം അവരെ സൃഷ്ടിച്ചു എങ്കിൽ അവരെക്കുറിച്ചുള്ള പദ്ധതിയും ദൈവം പൂർത്തിയാക്കിയിരിക്കും. അതിനാൽ വിശ്വസിക്കുക, കർത്താവിനെല്ലാം സാധ്യമാണ്. ഇന്ന് മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട് മനസ്സിൻ്റെ വേദനയും സംഘർഷവും കാരണം രാത്രി ഉറക്കമില്ലാതെ കഴിയുന്ന അനേകം വ്യക്തികളുണ്ട്. ഈ രാത്രിയിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകം കുഞ്ഞുങ്ങളുണ്ട്, യുവതലമുറകളുണ്ട്, അനേകം ചെറുപ്പക്കാർ, യുവാക്കൾ ഉറക്കം നഷ്ടപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ അനേകരുണ്ട്. ഇന്ന് അവർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കുവാനും യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാനും സാധിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ കണ്ടവർ ജീവിതത്തിൽ സകലതും കണ്ടിരിക്കുന്നു, ജീവൻ അവർക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. ക്രിസ്തുവിനെ അനുഭവിച്ചവർ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളെക്കാൾ അധികമായ സുഖം അവർ അനുഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ അനുഭവിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ്. അതിനാൽ മുതിർന്നവരായ നമുക്കും കുഞ്ഞുമക്കൾക്കും എല്ലാം യേശുക്രിസ്തുവിനെ രുചിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്ഷാകര ശക്തി നമ്മെയും നമ്മുടെ മക്കളെയും വരും തലമുറകളെയും ചേർത്ത് പിടിച്ച്
കർത്താവിൻ്റെ രക്ഷയുടെ കരങ്ങളാൽ നാം ഓരോരുത്തരും സംരക്ഷിതരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മാനസിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. നാളത്തെ ദിവസം കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. അവിടുത്തേക്ക് അസാധ്യം എന്ന് ഒരു വാക്കില്ല. അതിനാൽ വിശ്വസിക്കുക. ഹൃദയം പൂർണ്ണമായും കർത്താവിൽ വിശ്വസിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യണം. ഇത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള പ്രാർത്ഥനയാണ്. ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും വരുന്ന ഓരോ പ്രാർത്ഥനയും കർത്താവിൻ്റെ അഭിഷേകമുള്ള പ്രാർത്ഥനയാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് ഇത്. അതിനാൽ തന്നെ ഇത് ലോകമെമ്പാടും വ്യാപരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ആ പരിശ്രമത്തെ ദൈവം മാനിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 67 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ഭൂമി അതിൻ്റെ വിളവ് നൽകി. നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൃപ കാണിക്കുന്നു, കരുണ കാണിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ പ്രീതി ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകട്ടെ. ഞങ്ങളുടെ മക്കളുടെ മേൽ ചൊരിയുമാറാകട്ടെ. കർത്താവേ, നിന്നെ രുചിച്ചറിയുവാൻ, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ എന്ന് അരുളി ചെയ്യപ്പെട്ടതുപോലെ, കർത്താവായ യേശു ക്രിസ്തുവേ, നിന്നെ രുചിച്ചറിയുവാൻ, നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങൾക്കോരോരുത്തർക്കും, ഞങ്ങൾ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞുമക്കൾക്കും ഈ രാത്രിയിൽ നീ ഇടതരണമേ. കർത്താവേ, നിന്നിൽ നിന്നകന്നു പോകുന്ന എല്ലാ യുവതലമുറകളെ, കുഞ്ഞുമക്കളെ, സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായി പോയിരിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോയിരിക്കുന്ന, ദുശ്ശീലങ്ങൾക്കും ദുഷ്ട കൂട്ടുകാർക്കും വഴിപ്പെട്ടു പോകുന്ന എല്ലാ തലമുറകളെയും കുഞ്ഞുമക്കളെയും ചെറുമക്കളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പഠനത്തിൽ താല്പര്യമില്ലാതെ പഠനം തന്നെ നിർത്തിവെച്ച് കർത്താവേ, ആ മക്കളെ നീ തൊടണമേ, അനുഗ്രഹിക്കണമേ. മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്ന അവർക്കെടുക്കാൻ പറ്റുന്നതിലും ഭാരം അവരെടുത്ത് ഇനി താങ്ങാൻ പറ്റാതെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിൽ എല്ലാത്തിനോടും വിരക്തി അനുഭവപ്പെട്ട് ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ യുവതലമുറയ്ക്കു വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കു വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മക്കളെ തൊടണമേ, ഞങ്ങളുടെ ചെറുമക്കളെ തൊടണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. പരീക്ഷ എഴുതുന്ന മക്കളെ നീ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും അകത്തുനിന്നോ പുറത്തുനിന്നോ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ കെടുത്തുന്ന
എല്ലാ ദുഷ്ടശക്തികളെയും യേശുവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ സ്പർശിക്കണമേ. അവരുടെ തലച്ചോറിലേക്ക് നിൻ്റെ കാരുണ്യം ഒഴിയട്ടെ. നിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, വിദേശത്തായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യുദ്ധഭീഷണിയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരത താണ്ഡവമാടിയിരിക്കുന്ന സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. നീ നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുന്ന ദൈവമാണല്ലോ. കർത്താവേ, നീതികെട്ടവരുടെ മേൽ ഇപ്പോൾ നീ ഇടപെടണമേ. യുദ്ധം നിർത്തിവെക്കുവാൻ, എന്നേക്കുമായി നിർത്തിവെക്കുവാൻ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സമാധാനം ഈ ലോകമെമ്പാടും വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ക്രിസ്തുവിനെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും അനുസരിക്കുവാനും രുചിച്ചറിയുവാനുമുള്ള ഒരു മനസ്സും ഹൃദയവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്ന സൗഭാഗ്യങ്ങളെ, നഷ്ടപ്പെട്ടു പോകുന്ന സന്തോഷത്തെ, സമാധാനത്തെ വീണ്ടെടുത്ത് നിന്റെ സന്നിധിയിൽ നിന്നും സകല സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സ്നേഹവും കൂടുതലായി അനുഭവിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൂടുതലായി ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന രാവിലെ 5 മണിക്കും രാത്രിയിൽ 7 മണിക്കും കൃത്യമായി കേൾക്കുകയും ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും കർത്താവേ, നിൻ്റെ നീതിപൂർവമായ കരം സ്പർശിച്ച് അവരുടെ മേൽ ഇപ്പോൾ കരുണ തോന്നണമേ. അവരുടെ മാനസിക വിഭ്രാന്തി മാറ്റി മനസ്സിന് സൗഖ്യം കൊടുക്കണമേ. അവരുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ അകറ്റി രോഗശാന്തി നൽകണമേ. മനസ്സിന് സമാധാനം കൊടുക്കണമേ. നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഉറക്കം നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുമക്കൾക്ക്, യുവജനങ്ങൾക്ക്, മുതിർന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. നിൻ്റെ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. നിൻ്റെ ആനന്ദം അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളേൽക്കും അപ്പുറമായി നിത്യമായ സൗഭാഗ്യവും സ്നേഹവും സന്തോഷവും സമാധാനവും ആനന്ദവും ഉണ്ട് എന്ന് ഈ ലോകത്തിലുള്ള സകലർക്കും രുചിച്ചറിയുവാൻ ഈ രാത്രിയിൽ കർത്താവേ, നീ എഴുന്നേൽക്കണമേ. നിൻ്റെ സഹായം അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും നിൻ്റെ സംരക്ഷണം അയച്ചു കൊടുക്കണമേ. എല്ലാ കുടുംബാംഗങ്ങളിലേക്കും നിൻ്റെ സംരക്ഷണം അയക്കണമേ. നിൻ്റെ കാരുണ്യവും കൃപയും രക്ഷയും അയക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെല്ലാവരും നിൻ്റെ അനന്തമായ സ്നേഹത്തെ രുചിച്ചറിഞ്ഞുറങ്ങാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ് ഉറങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ നിയോഗങ്ങൾക്ക് മേൽ നീ ഇടപെടണമേ. നീ എഴുന്നേൽക്കണമേ. അവരെ സഹായിക്കാൻ നീ വീണ്ടും വേഗം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലുള്ള ഇപ്പോഴത്തെ ആ പ്രാർത്ഥന നീ കേൾക്കുന്നതിനെ ഓർത്ത്, അതിനുത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മാനസിക വിഭ്രാന്തിയിൽ നിന്ന് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മനസ്സിന് പൂർണ്ണ സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭയവും ദുഃഖവും എടുത്തു മാറ്റി, ഞങ്ങളുടെ നാണക്കേടുകളും ദോഷങ്ങളും എടുത്തു മാറ്റി, ശാപങ്ങളും തിന്മകളും എടുത്തു മാറ്റി സ്വതന്ത്രമായ ഒരു നല്ല ഉറക്കത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ രുചിച്ചറിയാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥന ലോകമെമ്പാടും നീ എത്തിച്ച് എല്ലാവർക്കും സൗഖ്യം നൽകി ഞങ്ങൾക്കു വേണ്ടി, ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി, യുവജനങ്ങൾക്കു വേണ്ടി അമ്മേ മാതാവേ, നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ. സാത്താൻ്റെ പിടിയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കരകയറ്റണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി, മനസ്സിന് സന്തോഷവും സൗഖ്യവും നൽകി, ഹൃദയത്തിൽ സ്നേഹം നിറച്ച് ആരോഗ്യമുള്ള ശരീരത്തോടെ ഉറങ്ങാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം നമ്മുടെ നിയോഗങ്ങളെല്ലാം അവിടുന്ന് സാധിച്ചു തരട്ടെ. ഈ രാത്രിയിൽ ഭയം കൂടാതെ കർത്താവിൻ്റെ കരം പിടിച്ച് ഉറങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഭയപ്പെടരുത്. ശക്തനായ ദൈവമാണ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നത്. അതിനാൽ ഭയം കൂടാതെ നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വ്യാപരിക്കുക. നിങ്ങൾക്കൊരാപത്തും ഉണ്ടാവുകയില്ല, ഒരു കുറവുകളും നിങ്ങൾക്കുണ്ടാവുകയില്ല. നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണ്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണ്. ദൈവകരങ്ങളിലാണ് അവർ ഓരോരുത്തരും. അതിനാൽ ഭയം കൂടാതെ നിങ്ങൾ ഉറങ്ങുക. കർത്താവിനെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. കർത്താവ് അത്ഭുത പ്രവർത്തകനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയിരിക്കും. ഈ പ്രാർത്ഥന കഴിയുന്നത്ര എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. നമുക്കറിയില്ല ആർക്കാണ് ഈ പ്രാർത്ഥന ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്ന അനുഗ്രഹമായി മാറുന്ന, അനുഗ്രഹത്തിൻ്റെ സന്ദേശമായി മാറുന്നത് ആർക്കാണ്, എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും ജീവൻ്റെ സ്രോതസ്സുണ്ട്. അത് നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അനേകരെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രാർത്ഥന ഓരോന്നും സഹായിക്കും. അതിനാൽ നാളത്തെ രാവിലത്തെ 5 മണിക്കുള്ള പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.